ദർശനത്തിനായിട്ട് പോകാം. ഗണപതി ഓർക്ക, ഭാര്യമാരോട് കൂടിയിരിക്കുന്ന ഗണപതി പപ്പ, നെറ്റിൽ ചന്ദ്രക്കൽ, തൃക്കണ്ണോട് കൂടിയിട്ടുള്ള. അപ്പം നമ്മൾ ദാദർ സെൻട്രൽ റെയിൽവേയുടെയും വെസ്റ്റേൺ റെയിൽവേയുടെയും വലിയ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് അത്ര കുറച്ച് തിരക്ക് കുറവാണ്, മുടക്ക് ദിവസമായതുകൊണ്ട്. ഇത് സെൻട്രൽ റെയിൽവേയുടെ ഫാസ്റ്റ് ട്രെയിനും സ്ലോ ട്രെയിനും കഴിഞ്ഞ് വെസ്റ്റേണിൻ്റെ ഫാസ്റ്റ് ട്രെയിനും സ്ലോ ട്രെയിനിൻ്റെ ട്രാക്കിൽ 1-ാം നമ്പറിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. കുറേശ്ശെ മഴയുണ്ട്, എങ്കിലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബ്രിഡ്ജ് വലുതായതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഒന്ന് വേണമെങ്കിൽ പിന്നൊക്കെ നോക്കി കാണിച്ചു തരാം. കണ്ടില്ല, വലിയ ബ്രിഡ്ജാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങാം, സൂക്ഷിച്ചിറങ്ങാം. ഇവിടെ ഇറങ്ങുന്നിടത്ത് പൂ മാർക്കറ്റാണ്. പൂവുണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. പൂക്കൾ, ഇലകളും വാഴയുടെ ഇലയൊക്കെ നല്ല ലാഭത്തിൽ കിട്ടും. ഗണപതിക്ക് ആവശ്യമുള്ള മാലകൾ പലരും ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി ചെയ്യും, വീട് പൂജകൾക്കും ഇതിനൊക്കെ. ഇതിപ്പോൾ ഇവിടെ കാലിപ്പീലി ടാക്സി എന്നാണ് പറയുക. അതാണ് ഷെയറിൽ പോവാം. ലൈനിൽ നിന്ന് ടാക്സി ലൈനിൽ വരും, നമ്മൾ ലൈനിൽ നിന്നിട്ട് പോവാം. ഷെയറിന് 13 രൂപയാണ്. ഒരു ബസ് ഇപ്പോൾ അങ്ങോട്ട് പോയി, എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അതിലും AC ബസ്സും ഉണ്ട്. ഇപ്പോൾ ടാക്സി ഇതാ ലൈനിൽ വന്നു, നമ്മൾ ലൈനിൽ കയറാണ്. ഒരു ടാക്സിയിൽ 10 പേരെ കയറ്റും. അത് കഴിഞ്ഞ് 7 മിനിറ്റിനുള്ളിൽ നമ്മളവിടെ എത്തും. 7 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ. ഇപ്പോൾ അടുത്ത് കൂടെ ആയിരുന്നു ഇപ്പോൾ നടത്തം. ഇപ്പോൾ ഗണപതി അടുത്ത് വരുന്നതുകൊണ്ട് കുറച്ചും കൂടി നീട്ടിയിട്ടായി. സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട്, ബാഗൊക്കെ ചെക്ക് ചെയ്യണം, ചെരുപ്പ് സ്റ്റാൻഡുകളും ഇതൊക്കെ ഉണ്ട്. അവരുടെ ചിട്ടപ്രകാരം തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈൽ അടുത്ത് അത്രയും പറ്റില്ല, പറ്റണോടത്ത് മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അത് എന്താ പറയുക, നല്ലൊരു ഐശ്വര്യം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യും. ആണ്. ചെരുപ്പുകൾ അവിടെ സൈഡിൽ വെച്ചാലും പോകുന്നില്ല, അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് 100 രൂപയുടെ ലൈനുണ്ട്. ആ 100 രൂപയുടെ ലൈനിൽ പോയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ലൈൻ കുറവാണ്, മറ്റേത് കുറച്ചധികം നേരം നിൽക്കണം. നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തു. അതവിടെ കൗണ്ടറിൽ തന്നെയാണ്, പൈസ ഭണ്ഡാരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു മാത്രം. ഇപ്പോൾ ദർശനം കഴിഞ്ഞ് ഇവിടെ ലൈവ് TV-യിൽ കാണിക്കും, യൂട്യൂബിൽ എപ്പോഴും ലൈവ് കാണിക്കും. അതാണ് ഇത് കാണിക്കുന്നത്. അത് കാണാൻ പറ്റും നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു ശരിയായ ദർശനം. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു, ഒരു അരമണിക്കൂറിൽ നമ്മുടെ ദർശനം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എലിയുടെ ചെവിട്ടിൽ ഒരു ചെവി പൊത്തിയിട്ട് മറ്റേ ചെവിട്ടിൽ പറയണതാണ് കേൾക്കണേ. അത് സൂത്രത്തിലെടുക്കാനേ പറ്റുള്ളൂ, ശരിക്കും എടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന് പുറത്തുകൂടെ ശിവൻ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. ഹനുമാനെ എരുക്കുമാലയും കണ്ടു. അവിടെ നിന്നുള്ള അവിടുന്ന് മുഖദർശനമാണത്. അത് എപ്പോഴും ലൈനിൽ കിട്ടി വരില്ല. നമുക്ക് സുഖമായിട്ട് ദർശനം നടത്തി നമ്മൾ ഇങ്ങനെ പോകുന്നു, പുറത്തേക്ക് പ്രശ്നമൊന്നുമില്ലാണ്ട്. ആരും ഇപ്പോൾ ഷൂട്ട് പാടില്ല ഇതിന്. അപ്പോൾ എല്ലാവർക്കും കണ്ടതിന് നന്ദി. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഉത്തരം തരുന്നതാണ്. താങ്ക്